ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേരള സമൂഹം ഏറ്റവും പ്രധാനമായിട്ട് വീക്ഷിക്കുന്ന ഇപ്പോഴത്തെ മലയാള സിനിമയുടെ മലയാള സിനിമയിലുണ്ടായിരിക്കുന്ന ഈ കോലാഹലത്തെ വീക്ഷിക്കുന്നത് ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വയനാട്ടിൽ ഏറ്റവും വലിയ ദുരന്തം. കേരളം കണ്ടിട്ടില്ലാത്ത, കേരളത്തിൽ ചരിത്രാതീത കാലം മുതൽ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ അതിലേക്കാണ് മൊത്തം മനുഷ്യരുടെ, മൊത്തം സമൂഹത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ മൊത്തം ചിന്തയും മനസ്സും എല്ലാം തന്നെ അതിലേക്ക് അർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ എടുത്ത് അലക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യമായിട്ട് വരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ എടുത്ത് അലക്കിയതാണോ, അതല്ലെങ്കിൽ ഇത് സർക്കാർ ബോധപൂർവം എടുത്ത് ഈ വയനാടിലെ ദുരന്തത്തിനെ അപ്രസക്തമാക്കിക്കൊണ്ട് കേരള സമൂഹത്തിന് ഇത്തരത്തിലുള്ള എപ്പോഴും നമുക്കറിയാം ക്രൈമും സെക്സും വയലൻസും ഒക്കെ തന്നെയാണ് എല്ലാ കാലത്തും മനുഷ്യ സഹജമായ ഒരു വാസനയാണ് ക്രൈമും സെക്സും കൂടുതൽ കാണുക, വീക്ഷിക്കുക, കേൾക്കുക എന്നൊക്കെയുള്ള ഒരു സാഹചര്യം. ആ രീതിയിലേക്ക് ഇതിനെ മാറ്റിയത് മാധ്യമങ്ങളാണോ അതോ സർക്കാരാണോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ എപ്പോഴും മാധ്യമങ്ങൾ പരസ്പരം മത്സരിക്കുന്നു. അതും ഇതുപോലൊരു കൂട്ടായ്മയാണ് എങ്കിൽ പോലും അവർ പരസ്പരം വ്യക്തിപരമായി അല്ലെങ്കിൽ സ്ഥാപനങ്ങളെല്ലാം തന്നെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ, വ്യത്യസ്ത മാനേജ്മെൻറ്റുകൾ നടത്തുന്നതാണ്. അവർ തമ്മിലുള്ളൊരു മത്സരം കൂടെ ഇതിനകത്തുണ്ട്. കാരണം TRP അവരുടെ റേറ്റിംഗ് കൂട്ടുവാൻ, ചാനലുകളുടെ വ്യൂവർഷിപ്പ് കൂട്ടുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ എപ്പോഴും കൊട്ടിഘോഷിക്കുക എന്നുള്ള ഒരു മാധ്യമങ്ങളുടെ ഒരു സംസ്കാരം, അതൊരു മാധ്യമ സംസ്കാരമാണ് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യക്തികളുടെ താല്പര്യം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട് പോലുള്ള ഇത്രയും വലിയൊരു ദുരന്തത്തിന് ഏറ്റവും കൂടുതൽ കരുണ ആഗ്രഹിക്കുകയും കരുണ പ്രതീക്ഷിക്കുകയും കരുണ നൽകേണ്ട ഒരു സാഹചര്യത്തിനെ തമസ്കരിക്കുന്ന രീതിയിലേക്ക് സിനിമാ ലോകത്തിന് ഉള്ള ഈ പറഞ്ഞ ലൈംഗിക അരാജകത്വവും അല്ലെങ്കിൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള അപ്രമാദിത്വവും ചൂഷണത്തെയും കുറിച്ചുള്ള വാർത്ത എടുത്ത് പുറപ്പെടുവിച്ചത് ആര് എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും മാധ്യമങ്ങൾ ഒരു എത്ര വലിയ ദുരന്തം ഉണ്ടായാലും, എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും, ഒരു സംഭവത്തിൽ നിന്നും അടുത്ത നിമിഷത്തിലേക്ക് മറ്റൊരു സംഭവം ഉണ്ടായാൽ അതിലേക്ക് പായുന്ന ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തുമുണ്ട്. ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മനുഷ്യത്വമാണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വയനാടിന് കൊടുക്കേണ്ട മാനസികാവസ്ഥ, മാനസിക പിന്തുണ, വയനാട്ടിലുള്ള ജനത്തിന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക്, സർവൈവേഴ്സിന് കൊടുക്കേണ്ട പിന്തുണ, അവർക്ക് നൽകേണ്ട കരുണ, അതെല്ലാം തന്നെ ഇപ്പോൾ ഈ സിനിമാ ലോകത്തെ ഈ അരാജകത്വം മാത്രമായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ രീതിയിലേക്കൊരു അട്ടിമറി തന്നെ നടന്നിരിക്കുന്നു. അത് ആരുടെ ഗൂഢാലോചനയാണ്? അത് മാധ്യമങ്ങളുടെ ഗൂഢാലോചനയാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൂഹത്തിലെയോ സർക്കാരിൻ്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ താല്പര്യം കൊണ്ടുണ്ടായതാണോ എന്നൊക്കെയുള്ളൊരു ചോദ്യം, വല്ലാത്തൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും വയനാടിനെ മറന്നുകൊണ്ട് ഈ സിനിമാ ലോകത്ത് നമുക്കറിയാം എത്ര പേരുണ്ട് എന്നുള്ളതൊക്കെ വളരെ ഒരു 10,000-10,000 പേരുണ്ടാകുമായിരിക്കും, അതുമായിട്ട് പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ. പക്ഷേ അതല്ല നമ്മുടെ സമൂഹത്തിൻ്റെയും കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് വയനാട് സംഭവം. അതിനെ അട്ടിമറിച്ചുകൊണ്ട്, അതിനുള്ള പ്രാധാന്യം നശിപ്പിച്ചുകൊണ്ട് ഈ സിനിമാ ലോകത്തിൻ്റെ അരാജകത്വത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. സിനിമാ മേഖലയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ വാദോരാതെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു ആക്ഷേപം കൂടെ വന്നിരിക്കുന്നു ശ്രീ ഷാജി എൻ കരുണിനെതിരെ. ഈ ഷാജി എൻ കരുണിനെതിരെ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം നല്ലൊരു ക്യാമറാമാനായിരുന്നു, അദ്ദേഹം നല്ലൊരു സംവിധായകനാണ്, അദ്ദേഹം ഇപ്പോൾ KSFDCയുടെ ചെയർമാൻ കൂടെയാണ്. അദ്ദേഹത്തിനെതിരെ ഇന്ദുലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സംവിധായിക കൂടെ വന്നിരിക്കുന്നു. മാനസികമായി അവരെ ഒരുപാട് നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിരവധി സന്ദർഭങ്ങളിൽ അവർ ഡിസ്കറേജ് ചെയ്തു ഷാജി എൻ കരുൺ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ഷാജി എൻ കരുണിനെ കുറിച്ച് പറയുമ്പോഴും ഇപ്പോഴത്തെ സിനിമയിൽ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളെക്കുറിച്ചെല്ലാം പറയുമ്പോൾ തന്നെയും എല്ലാം തന്നെ ഈ സർക്കാരിന് താല്പര്യമുള്ളവരാണ് ഷാജി എൻ കരുണും സിദ്ദിഖും മുകേഷും തുടങ്ങിയ നിരവധി എല്ലാവരും ഈ ആക്ഷേപത്തിന് വിധേയരായവരെല്ലാവരും തന്നെ സർക്കാരിന് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ CPMന് പ്രത്യേകിച്ച് താല്പര്യമുള്ളവരോ ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിനൊന്നും ഒരു നിയന്ത്രണവുമില്ല, യാതൊരു വിധത്തിലുള്ള കടിഞ്ഞാണുമില്ല. അല്ലെങ്കിൽ ഈ പാർട്ടിയും മുന്നണിയും CPMും ഇടതുപക്ഷവും അല്ലെങ്കിൽ ഈ സർക്കാരും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ ആക്ഷേപങ്ങൾക്ക് വിധേയരാകുന്ന ഷാജി എൻ കരുണായാലും മുകേഷ് ആയാലും ഇവർക്കെതിരെയൊക്കെ ഒരു ശാസനയെങ്കിലും നൽകുക, ഇവരെയെങ്കിലും ഒന്ന് നിയന്ത്രിക്കുക. അത് പാർട്ടിക്ക് തന്നെ
CPM-നും ഇടതുപക്ഷത്തിനും തന്നെ ക്ഷതമേൽക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് നമ്മൾ സിനിമയിൽ കാണുന്ന, സിനിമാ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അപജയവും മൂല്യച്യുതിയും ഈ ചൂഷണവും, ലൈംഗിക ചൂഷണവും, അരാജകത്വവും ഒക്കെ തന്നെ നമ്മൾ പറയുമ്പോൾ പോലും ഇതിനെല്ലാം നായകത്വം നൽകുന്ന, അല്ലെങ്കിൽ ഈ ചൂഷണങ്ങൾക്കെല്ലാത്തിലും മേധാവിത്വം നൽകുന്നവരെന്ന് പറയുന്നവരെല്ലാം തന്നെ CPM-നും ഇടതുപക്ഷത്തിനും പ്രിയപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ഇപ്പോഴും ഈ നിമിഷം വരെയും മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന സർക്കാരോ, അല്ലെങ്കിൽ ഈ LDF-ന് നേതൃത്വം നൽകുന്ന MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പാർട്ടി സെക്രട്ടറിയോ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാക്കന്മാരും തന്നെ സിനിമാ ലോകത്തെ ഇത്തരത്തിലുള്ള ഈ പ്രിഡേറ്റേഴ്സ്, ഈ പറഞ്ഞ ഇരപിടിക്കുന്ന, ഈ പറഞ്ഞ ഈ മാനസിക വൈകൃതമുള്ളവരെ ആരെയും നിയന്ത്രിക്കാനുള്ള ഒരു ഫോർമുലയും അവരിൽ നിന്നും ഒരഭിപ്രായമായിട്ട് പോലും വരുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. അത് യഥാർത്ഥത്തിൽ കേരള സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരും LDF-ഉം CPM-ഉം ഇതിനെ എങ്ങനെ നിയന്ത്രിക്കും, എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്.